ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അഫോർഡബിൾ ലക്ഷറി ബുഫേസ്. ആക്ച്വലി ദർ ആർ നോർമൽ ബുഫേസ്, then there are good buffets, there are excellent buffets, there are like luxury buffets, പക്ഷെ then there is this buffet. ഈ ബുഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്നത് കോപ്പർ ബിയോണ്ട് ബുഫേ എന്ന് പറഞ്ഞാൽ വൈറൽ ട്രെൻഡിങ്. ആക്ച്വലി ഒരു ഇപ്പം അല്ല, പക്ഷെ കുറച്ച് നാൾ മുമ്പൊക്കെ ഏകദേശം ഒരു 20-25 ദിവസം മുമ്പേ റിസർവ് ചെയ്താലേ നമുക്ക് ഈ ബുഫേയിൽ കയറാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ റെസ്റ്റോറൻറ്റ് ഓൺലി ഫോർ ബുഫേ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സാധനവും വേറെ ഓർഡർ ചെയ്യാൻ പറ്റില്ല. വൈറൽ ലക്ഷറി ബുഫേ എന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ എക്സ്പ്ലോർ ചെയ്ത സ്ഥലമാണ്. സോ ആ ലെവൽ ബുഫേയിലാണ് പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ ചീപ്പസ്റ്റ്. ഈ ക്വാളിറ്റി ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഫൈൻ ഡൈനിങ് ബുഫേ ആണ്. ബാക്കിയൊക്കെ അവിടെ പോയിട്ട് ഞാൻ പറയാം. ഫൈൻ ഡൈനിങ് ബുഫേ ആണ്. ഈ ക്വാളിറ്റിയിൽ ലോകത്ത് എവിടെയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുഫേ കഴിക്കാൻ പറ്റില്ല. ദർ ആർ സം ലക്ഷറി ബുഫേസ് ഇൻ പാരീസ്, ദുബായ് ആൻഡ് മേ ബി ഇൻ ഓഫ് കോഴ്സ് ഇൻ ലോസ് വേഗസ് ഒക്കെ ബുഫേ ക്യാപിറ്റലാണ്. ബട്ട് നത്തിങ് ലൈക്ക് ദിസ്. കാരണം ഇത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ബുഫേ അല്ല. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു ബ്രിങ് ഇറ്റ് ടു യു. ബാങ്കോക്കിൽ വരുന്ന ഒരു ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് മുമ്പേ പറയുകയാണ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ. കാരണം ഡിസേർട്സ് ആർ മെയ്ഡ് ബൈ മിഷ്ലിൻ സ്റ്റാർ ഷെഫ്. ഒരു ബുഫേയിലെ ഡിസേർട്സ് ഈ ഒരു പ്രൈസിന് മിഷ്ലിൻ സ്റ്റാർ ഷെഫ് ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അൺഹേർഡ് ആണ്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെല്ലാവർക്കും എനിക്കൊന്ന് പ്രയോജനപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ഇന്ന് ഒരുവിധം ഭൂരിപക്ഷം എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് താല്പര്യം കാണും, അല്ലെങ്കിൽ ചെയ്യുന്നവരായിരിക്കും ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ്ങും, അത് മ്യൂച്വൽ ഫണ്ട്സ് വഴിയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവർ മിക്കവരും ഇന്ന് അതിൻ്റെ ഒരു ഭാഗമാണ്. സോ അതിന് നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമിനെ ആയിരിക്കും ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ് എം സ്റ്റോക്ക്. സോ എം സ്റ്റോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇസ് ആക്ച്വലി എ ബ്രോക്കറാണ്. നമുക്ക് IPOs ആണെങ്കിലും ഷെയർ ട്രേഡിംഗ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്ക്. പക്ഷെ അതല്ല ഇവരുടെ പ്രത്യേകത. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവരുടെ റേറ്റ്സ് ആണ്. ഇത് കണ്ട ബ്രോക്കറേജ് ഓൺ ഇക്വിറ്റി, ഡെലിവറി, മ്യൂച്വൽ ഫണ്ട്സ്, IPO ഏതാണെങ്കിലും 0 ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ 0 ആണ്. അക്കൗണ്ട് മെയിൻ്റനൻസ് ഫീ 0 ആണ്. അതുപോലെ തന്നെ പ്ലെഡ്ജ് ക്രിയേഷൻ ചാർജസ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്സിനുള്ള പ്ലെഡ്ജ് ക്രിയേഷൻ ചാർജസും 0 ആണ്. ഈവൻ നമുക്ക് കോൾ ആൻഡ് ട്രേഡ് സർവീസ് വരെ ഉണ്ട്, അതിനും അവർ 0 ആണ്. പക്ഷെ ഇതൊന്നുമല്ല, നമ്മൾ മിക്കവരും ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവരായിരിക്കും. അതാണെങ്കിൽ പോലും അവരുടെ വൺ ഓഫ് ദ ലോവസ്റ്റ് ബ്രോക്കറേജ് ഫീ ആണ്. 5 rupees പെർ ഓർഡർ വരുന്നുള്ളൂ. അത് ഇൻട്രാഡേ ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും MTF ആണെങ്കിലും എല്ലാത്തിനും ഈ 5 rupees ചാർജസ് വരുന്നുള്ളൂ പെർ ഓർഡർ. പിന്നെ അടുത്ത ഇവരെ യൂണിക് ആക്കുന്ന ഒരു കാര്യം എനിക്കൊന്ന് ഇവരുടെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആണ്. ദാറ്റ്സ് MTF. ഈ MTF എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ പറയാം. ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമുക്കിപ്പം 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ കയ്യിൽ 20,000 rupees ഉള്ളെങ്കിൽ ബാക്കി ദാറ്റ് മീൻസ് ലൈക്ക് 80% ഇവർ ഫണ്ട് ചെയ്യും. അതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 6.99%. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലോൺ. ഇനി എം സ്റ്റോക്കിനെ കുറിച്ച് കേൾക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പക്ഷെ ഞാൻ ഇവരുടെ കുറച്ച് നോട്ടബിൾ പോയിന്റ്സ് പറയാം. Firstly, they're trusted by 18 lakh plus users. That's like one user is added every 50 seconds. പിന്നെ 83 crore പ്ലസ് ട്രേഡ്സ് അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ 4.1 ആണ് അവരുടെ യൂസർ റേറ്റിംഗ്. പക്ഷേ അത് 61,800 പ്ലസ് റിവ്യൂസ് വരുമ്പോഴാണ് അവർക്ക് ഇത്രയും ഹൈ റേറ്റിംഗ് കിട്ടുന്നത്. ആൻഡ് ഓബ്വിയസ്ലി ദേ ആർ റെഫേർഡ് ടു ബൈ 2.6 lakh പ്ലസ് യൂസേഴ്സ്. സോ ദാറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 3 referrals a minute. ഐ എം ഷുവർ ഇതൊക്കെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫൈനലി എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്, നമ്മളെല്ലാവരും ഇറ്റ് ഇസ് വെരി ഗുഡ് ടു ബി ഇൻ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സും ഷെയർ മാർക്കറ്റ്സ് ഒക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ബട്ട് പ്ലീസ് ഡു മേക്ക് യുവർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് വെരി കെയർഫുള്ളി. മ്യൂച്വൽ ഫണ്ട്സ് ഓബ്വിയസ്ലി സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് ആണ്. ട്രേഡിംഗ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. സോ അതിനെക്കുറിച്ച് പഠിച്ചും അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാവുന്നവരുടെ സജഷൻസ് വെച്ച് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മുടെ ബുഫേ എത്ര അധികം ലക്ഷറിയസ് ആണ്, അത്രയധികം ലക്ഷറിയസ് ആണ് ഇതുള്ള മോള്. ഇത് ഗേസോൺ വില്ലേജ് ആണ്. നമ്മുടെ ബാങ്കോക്ക് വ്ളോഗ്സ് കണ്ടവർക്കറിയാം LVയുടെ ഒരു ടെമ്പററി മ്യൂസിയം ഇവിടെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ലൂയി വിറ്റോൺ കെഫെ, ബാങ്കോക്കിലെ ഫസ്റ്റ് ലൂയി വിറ്റോൺ കെഫെ ഈസ് ഓൾസോ ഹിയർ. ദേ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ലൂയി വിറ്റോൺ കെഫേയിൽ ഒരു ക്രോസോണ്ടും 2 കോഫിയും കുടിക്കുന്ന പൈസ അവൾ നമുക്ക് ഈ ഒരു ബുഫേ കഴിക്കാനായിട്ട്. സോ ഇതിൻ്റെ അകത്തേക്ക് കയറാം. നമുക്ക് 12:30 അപ്പോയിൻമെൻറ്റ്. വേറൊരു കാര്യമുണ്ട്, നമുക്കിതിൽ 2 മണിക്കൂറേ കിട്ടുള്ളൂ. കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത ടൈമിൽ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മുടെ അത് ക്യാൻസൽ ചെയ്ത് കളയും.
ഇതൊന്നും അല്ലാതെ ഇന്ന് ഫുഡ് വ്ളോഗിന് ജെഫ്രിനില്ല. വേറെ ഒന്നുമല്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം. പുള്ളിക്കാരൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ട്രിപ്പ് മൊത്തം നമ്മൾ ചൈന തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഹോട്ടലൊക്കെ എടുത്ത ജെഫ്രിനാണ്. പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് മെൻ്റൽ ബ്ലോക്കാണോ അതോ ഇനിയിപ്പോൾ ഫിറ്റ്നസ്സിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ സെൽഫ് കൺട്രോളിലല്ല, പക്ഷെ പറ്റുന്നില്ല. കുടല് ചുരുങ്ങിപ്പോയി തോന്നുന്നു. സോ ഞാൻ പറഞ്ഞു ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ബുഫയ്ക്ക് ഞാൻ വരുന്നില്ല, വെറുതെ വേസ്റ്റ് ആവുമെന്ന്. അപ്പോൾ ആൾ റൂമിൽ ചില്ലിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എൽവിയുടെ മ്യൂസിയം ഇല്ല കേട്ടോ, അത് ടെമ്പററി ആയിരുന്നു. എൽവിയുടെ കെഫേയും ഷോപ്പൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ലക്ഷറി ബുഫയ്ക്ക് വേറെ വെന്യൂ ഒന്നും പെർഫെക്റ്റ് അല്ല. ഈ ഒരു സ്ഥലം തന്നെയാണ് പെർഫെക്റ്റ്. കാരണം ദ മോൾ ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ലക്ഷറീസ് ആൻഡ് എസ്തെറ്റിക് ആൻഡ് ഈവൻ ദിസ് ബുഫേ ഇസ് ഗോയിങ് ടു ബി ഞാൻ ജീവിതത്തിൽ കഴിച്ചിരിക്കുന്നതിലെ ബെസ്റ്റ് ബുഫേ ആയിരിക്കും. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഞാൻ കഴിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ലക്ഷറി എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഓബ്വിയസ്ലി ഗ്രാൻഡ് ഹയാത്തൊക്കെയാണ്. ബട്ട് ഇത് ഗ്രാൻഡ് ഹയാത്ത് നിന്ന് ഇവിടുത്തെ കമ്പീറ്റ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ആ ലെവലിലാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു അമേസിങ് എക്സ്പീരിയൻസ്. ഇപ്പോൾ സമയം 11:50 ആയിട്ടുള്ളൂ. 12:30 ബുഫേ. എന്നിട്ട് വരെ ആൾക്കാർ ഓൾറെഡി വന്ന് സെറ്റ് ചെയ്ത് വെയിറ്റിംഗ് ആണ്. അത് നേരത്തെ നമ്മൾ റിസർവ് ചെയ്തിട്ട് തന്നെ വരണം. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ വന്ന് സീറ്റ് കിട്ടാൻ പാടായിരിക്കും. കോപ്പർ ബിയോണ്ട് ബുഫേ ഫുള്ളായി കേട്ടോ. ഇപ്പോൾ തിരക്ക് ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി ഫുള്ളാട്ടെ. ഇന്ന് ഫുള്ളാണ്. എനിക്കപ്പോൾ രണ്ട് ടെൻഷനാണ്. ഒന്ന്, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഫുഡ് നമുക്ക് കറക്റ്റായി കിട്ടുന്നു. കാരണം എല്ലാം നമ്മൾ പോയി സാധാരണ ബുഫേ പോലെ പോയി എടുക്കുന്നതല്ല, നമ്മൾ ടേബിളിൽ കുറേ ഡിഷസ് സെർവ് ചെയ്യും. സോ ദാറ്റ്സ് ലൈക്ക് എ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് അല്ലേ, പ്രോപ്പറായിട്ട് പ്ലേറ്റഡ് ഒക്കെ ആയിട്ട്. രണ്ടാമത് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ മൂത്രമൊക്കെ വെച്ച് റെഡി ആയിരിക്കുക. കാരണം 2 മണിക്കൂർ എക്സാക്ട്ലി നമുക്ക് ടൈം കിട്ടുള്ളൂ. സോ വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും ഇല്ല. എനിക്ക് എത്ര ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും എന്നറിയില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20-30 ഡിഷെങ്കിലും കഴിക്കണം എന്നുണ്ട്. സോ മാക്സിമം ഫുഡുകൾ കാണിക്കാം, മാക്സിമം ഫുഡ് എൻജോയ് ചെയ്യാം, ആൻഡ് നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കാം. ഈ ലെവലിലുള്ള അനൗൺസ്മെൻറ്റും ഒരു ഓർഗനൈസിംഗ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് മറ്റേ കല്യാണ സദ്യക്ക് വേണ്ടി ക്യൂ നിൽക്കില്ലേ, ആ ഒരു ലെവൽ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവരെല്ലാവരും നല്ല രീതിയിൽ ഗ്രീറ്റ് ഒക്കെ ചെയ്യുന്നത്. കൊള്ളാലോ, വാ എന്ത് സെറ്റാന്ന് നോക്കിക്കേ. താങ്ക് യു. അങ്ങോട്ടാണ്. താങ്ക് യു. എല്ലാവരും നമ്മൾ ഗ്രീറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്ക്. സോ എൻ്റെ നമ്പർ 252 ആണ്. ഇനി വേഗം പോയി ഫുഡ് എടുക്കട്ടെ. സോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കുറച്ച് ബോട്ട് നൂഡിൽസിന് സെറ്റ് ചെയ്യാവേ. സോ ബോട്ട് നൂഡിൽസ് പറയുന്നത് റിയൽ പിഗ് ബ്ലഡ് വെച്ച് ഉണ്ടാക്കുന്ന പണ്ടത്തെ കാലത്തായി ആൾക്കാർ ബോട്ടിൽ പോകുമ്പോൾ കഴിക്കുന്നതായിരുന്നു. സോ ചെറിയ പോർഷൻസ് ആയിരിക്കും. ഇവിടുത്തെ എല്ലാ ഫുഡും ചെറിയ പോർഷൻസ് ആണ്. സോ ദാറ്റ് യു ക്യാൻ ടേസ്റ്റ് ഓൾ. ഉപയോഗിക്കുന്ന ബീഫ് A ഗ്രേഡ് വാഗ്യൂ ബീഫാണ്. ഇതുണ്ട്, അവർ ഉപയോഗിക്കുന്ന ഓസ്ട്രേലിയൻ വാഗ്യൂ ബീഫാണ്. അല്ലാതെ എന്തോ A ഗ്രേഡ് പോക്കും ഉണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ഒരു 2 എടുത്തുകൊണ്ട് പോവാം, അതാണ് നല്ലത്. ഇതെന്തോ ബീഫ് ചീക്കിൻ്റെ എന്തോ ഒരു പ്രിപ്പറേഷനാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ബുഫേ പോലെയല്ല, പെർ ഓർഡറാണ് അവർ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. സോ ഇതിൽ ബീഫ് ചീക്കും ഉണ്ട്, പോക്ക് ചീക്കിൻ്റെ എന്തോ ഒരു ഡിഷുണ്ട്. ഐ തിങ്ക് ഇറ്റ് ബി ലൈക്ക് ഒരു കോക്കനട്ട് ഗ്രേവിയിലൊക്കെ ആയിരിക്കും. വിത്ത് സം നൂഡിൽസ്. കഴിക്കുന്നതിൽ ഒരു ലിമിറ്റ് വേണം. നമ്മുടെ ഒരു എയിം ഒരു 30 ഡിഷെങ്കിലും കഴിക്കാനാണ്. അറ്റ്ലീസ്റ്റ് ഒരു 20 കഴിക്കണ്ടേ. താങ്ക് യു. ഹായ്. ഇവിടെ ഡ്രിങ്ക് കുറേ ഉണ്ട്. സോ ഞാൻ ഒരു ലെമൺ ഫ്രഷ് ടീ എടുക്കാം. മിൽക്ക് ടീ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട. ലെമൺ ടീ എടുക്കാം. ഇത് ഇവരുടെ ഹൈലൈറ്റ് ഡിഷാണ്. ഒരു ട്രഫിൾ സൂപ്പ് വിത്ത് ക്രോസോൺ. ലുക്ക് സോ നൈസ്. വാവ്, മതി, ഇത്രയും വെച്ച് തുടങ്ങാം. അതല്ലാതെ ഈ ഒരു തിരക്ക് കണ്ട ഇതെന്തിനാണെന്നറിയോ, ഇവിടെ ഒരു ആലാക്കാട്ടുണ്ട്, മെനു ഉണ്ട്. ആ മെനു എന്നുള്ള സാധനങ്ങളും നമുക്ക് ഓർഡർ ചെയ്യാം. അത് നമ്മുടെ ടേബിളിലേക്ക് ഡെലിവറി ചെയ്യും. അതേ പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ബുഫേ അല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു ടോട്ടൽ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിലുള്ള ഒരു 3-4 ഡിഷ് നമുക്ക് ഓർഡർ ചെയ്യാം. ഇത് നമ്മുടെ ടേബിളിൽ ഗ്ലാസ് ഉണ്ട്. നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മുടെ സ്റ്റീൽ ടംബ്ലറിൽ വെക്കണം. അവർ നമുക്ക് വേണ്ടത് നിറച്ച് തരും. ആ ഡ്രിങ്കൊക്കെ തരുന്ന സ്റ്റൈൽ തന്നെ കണ്ട. ഏകദേശം ഒരു 80-70 ഡിഷ് തന്നെയുണ്ട് നമുക്ക് മെനുവിന് ഓർഡർ ചെയ്യാൻ. ഞാൻ ഒരു 8 കണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരട്ടെ, കാരണം ഫുഡ് വേസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് ഫൈൻ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പേ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നിങ്ങൾ അത് തന്നെ ആയിരിക്കുമല്ലോ വെയിറ്റിംഗ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദിസ് അമേസിങ് ബട്ടറി ക്രോസോൺ ആൻഡ് ട്രഫിൾ സൂപ്പ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കാണുന്നത്. ലെറ്റ് സി ഹൗ ഗുഡ് ദിസ് ഇസ്. സ്മെൽ സോ മഷ്റൂമി ആൻഡ് ബട്ടറി. മഷ്റൂമിൻ്റെ സൂപ്പ്, ട്രഫിളിൻ്റെ ഫ്ലേവറും ഈ ഒരു ക്രോസോണിൻ്റെ ബട്ടർനെസ്സും. blown away.
I guarantee you, I think so, maybe even in India, anywhere, Bombay, Delhi, അങ്ങനത്തെ ബാംഗ്ലൂർ, ഡെഫിനറ്റ്ലി നോട്ട് ഇൻ ബാംഗ്ലൂർ, എവിടെ പോയാലും ഈ ഒരു ക്വാളിറ്റി ഫുഡ് ഈ ഒരു റേറ്റിൽ കിട്ടില്ല. റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഓ, ഇറ്റ്സ് സോ മഷ്റൂം. ഒരു യൂണിവേഴ്സലി ലൗഡ് ഫ്ലേവർ ആയിരിക്കും. ഈ ക്രൊസോണ്ടി മുക്കിയിട്ട് ക്രൊസോണ്ട് സൂപ്പിൽ മുക്കി കഴിക്കുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ചൗഡർ. ഒരു തിക്ക് മഷ്റൂം ആൻഡ് ട്രഫിൾ, ബ്ലാക്ക് ട്രഫിളും അതിൻ്റെ അതിൻ്റെ കൂടെ കുറച്ച് പെപ്പറും. അടിപൊളി ഫ്ലേവർ. ലെറ്റ്സ് ട്രൈ ദിസ് അമേസിങ് ബോട്ട് നൂഡിൽ. ഇതിൽ യു ക്യാൻ സീ ദ മീറ്റ് ഇറ്റ് ഇസ് സോ ടെൻഡർലി കുക്ക്ഡ്. ഇത് ആക്ച്വലി പിഗ് ബ്ലഡ് ആണ്. സോ നോട്ട് എവരി വൺ വിൽ ലൈക്ക്. ആക്ച്വലി പിഗ് ബ്ലഡ് ആയിരിക്കണം ഈ ബോട്ട് നൂഡിൽസിൽ. ഐ തിങ്ക് സോ ഇറ്റ്സ് ദാറ്റ് ഓൺലി. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ അല്ല. ഇറ്റ്സ് ലൈക്ക് എ റിച്ച് ബ്രോത്ത്, ഒരു ബീഫ് ബ്രോത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും. ദ മീറ്റ് ലുക്സ് റിയലി നൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സോ ദ ബ്രോത്ത്, ഓ മൈ ഗോഡ്, ഇത് നമ്മുടെ നാട്ടിലത്തെ എന്തോ ഒരു ഫുഡിൻ്റെ ഫ്ലേവർ വരുന്നുണ്ടല്ലോ. ഒരു സ്വീറ്റ് വിൻഡാലുവിൻ്റെ ഫ്ലേവറാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടുന്നത്. ലെറ്റ്സ് ടേസ്റ്റ് ദ മീറ്റ്. ഇത് ഫുൾ ഓഫ് മീറ്റാണ്. ഇത് കണ്ട, ഇത് ബീഫാണ്, ദ വാഗ്യൂ ബീഫ്. സോ വെരി വെരി ലൈറ്റ്ലി കുക്ക്. ആ ബ്രോത്തിലിട്ട് ആവുന്ന ഒരു ടൈമിലുള്ള കുക്കിംഗ് മാത്രമേ ആവുന്നുള്ളൂ. ഇറ്റ്സ് സോ തിൻലി സ്ലൈസ്, പെർഫെക്റ്റ് മാർബ്ലിംഗ്, കുറച്ച് ഫാറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് ടേസ്റ്റിംഗ് റിയലി ഗുഡ്. ഓ, ദിസ് വൺ ലുക്ക് സോ ഗുഡ്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഈ നാരങ്ങ എടുത്തിട്ട് ഒന്ന് പിഴിയാം. ഈ ബീഫ് ചീക്കിലേക്കൊക്കെ തെന്നിപ്പോന്നു. ഓക്കെ, ഇങ്ങനെ ഒന്ന് പിഴിയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സവാളയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓഫ്, ആ ബീഫിൻ്റെ ക്രീം, ബീഫിൻ്റെ അല്ല, ഗ്രേവി വിൽ ബി സോ ക്രീമി. എനിക്കിത് ഫെറ്റുച്ചീനി പാസ്ത എന്തോ ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതെന്താണെന്ന് അറിയില്ല. ലുക്ക് സോ ഗുഡ് നോ. സോ ലെറ്റ്സ് ട്രൈ ദ ബീഫ് ഇറ്റ് സെൽഫ്. ആദ്യമേ ഇതിൻ്റെ ബീഫ് ചീക്കാണ് വരുന്നത്. ഓ, ആ ലൈമിൻ്റെ ഫ്ലേവർ ആ ഗ്രേവിയിൽ കിക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രേവി നമ്മുടെ തേങ്ങാപ്പാൽ ഇട്ട ഒരു കിഡിലെ മീൻകറിയിൽ ഏകദേശമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഓരോ ഡിഷിൻ്റെയും. ഒരു ഡിഷിന് ഒരു 800 രൂപ, 1000 രൂപ, 2000 രൂപ വരെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഡിഷസാണ് ഇവർ ഈ ബുഫേയിൽ സെർവ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ബുഫയ്ക്ക് വരേണ്ടത് 4-5 ഡിഷ് ചെറിയ പോർഷൻ സൈസാണ്. സോ ദാറ്റ് യു ക്യാൻ ടേസ്റ്റ് എവരിത്തിങ്. ഒരു 4-5 ഡിഷ് കഴിക്കാൻ പറ്റുമെങ്കിൽ തന്നെ യുവർ മണി ഈസ് വർത്ത്. ആൻഡ് ദിസ് എക്സ്പീരിയൻസ് ഇസ് ലൈക്ക് ഒരു ഫുഡിയുടെ അൾട്ടിമേറ്റ് ഡ്രീമാണ്. ഓ വാവ്, കുറച്ച് ചെമ്മീനുകളൊക്കെ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്ത്. അതെന്തായാലും ഒരെണ്ണം എടുക്കാം. സോ ഇത് ആക്ച്വലി കൊറിയൻ ഫുഡിൻ്റെ കുറച്ചാണ്. ഞാൻ ഇത് 3 എടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി എനിക്ക് ഇവിടെ കുറച്ച് കൊറിയൻ ചിക്കൻ ഫുഡും ഉണ്ട്, പ്രോൺസും ചിക്കനൊക്കെ, അതും കൂടെ എടുക്കാം. നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ഫുഡിലേക്ക് പോവാം. ഇതുപോലും നമ്മൾ എടുക്കണ്ട കേട്ടോ, അവരെടുത്ത് തരും. സോ നമ്മൾ വരുമ്പോഴേക്കും അവർ കുറച്ച് അലക്കാട്ട് ഡിഷും കൂടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇസ് ദ പോർഷൻ സൈസ്. ചെറിയ പോർഷൻ സൈസാണ്. സോ ദിസ് ലൈക്ക് സ്കാലപ്പിൻ്റെ ഒരു പാസ്ത. ഇത് ഏഞ്ചൽ ഹെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇസ്. ഇത് ഇവരുടെ ഒരു പോക്ക് ടൺകോട്സു ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ജാപ്പനീസ് ഫ്രൈഡ് പോക്ക്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ എടുത്താണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടേസ്റ്റിംഗ്. താങ്ക് യു. വാവ്, സൂഷി വന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പ്ലേറ്റിംഗ് ഓഫ് ദി സൂഷി. കമോൺ, നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ ഒരു അൾട്രാ ഫൈൻ ഡൈനിങ് അല്ലെങ്കിൽ ഒരു അത്രയും ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് അല്ലാതെ എവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ അല്ലേ? അടിപൊളിയല്ലേ? ഗോർജിയസ് നോ? So let's start off with these octopus stuff. Korean street food. ഇത് ഒക്ടോബസിൻ്റെ കാലാണ്, ടെൻറ്റിക്കിൾസ്. ഇതിപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു അറപ്പൊന്നും കാണുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് കഴിക്കുന്നതാണ് ഒക്ടോപ്പസ്. വാവ്, ഒരു ചില്ലി സോസിൽ ഇത് ഓൾറെഡി മാരിനേറ്റഡ് ആണ്. ഏറ്റവും പ്രശ്നം ഒക്ടോബസിൻ്റെ റബ്ബറിയാവും പെട്ടെന്ന്, കൂന്തലിനെ കാട്ടി പെട്ടെന്ന് റബ്ബറിയാവും. ഇത് പെർഫെക്റ്റ് ആണ്. ചെറിയൊരു റബ്ബറി ടെക്സ്ചർ വരണം,
പക്ഷെ ഓവർ റബ്ബറി ആയിട്ടില്ല, ഇട്ടിട്ട് ചവയ്ക്കേണ്ട, അടിപൊളി. ഇനി അത് തന്നെ അവരുടെ ഒക്ടോപ്പസിൻ്റെ ഫ്രൈഡ് ടെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ബാറ്റർ അമേസിങ്. ഇത് പക്ഷേ ചൂയി ആയിട്ടുണ്ട്. ഫ്രൈ ആകുമ്പോൾ ഓവർ കുക്ക്ഡായി കാണും. പ്രോൺസിൻ്റെ തല, പ്രോൺസിൻ്റെ തലയല്ല, ഫുൾ പ്രോൺസ്. പക്ഷെ തല ഇതെങ്ങനെ കഴിക്കുന്നതാവും? നമുക്ക് തല ഊരാം. ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പോവും, പക്ഷെ തലയുടെ അകത്തുള്ളത് കഴിക്കണം. ഇനി നോക്കട്ടെ, ഇത് ഉരിച്ച് ഒഴിയാം. അപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ, അപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യും. നോ ലെറ്റ്സ് ട്രൈ ദീസ് മാസീവ് ജൈൻറ്റ് റിവർ പ്രോൺസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ട്വിസ്റ്റ്. തെറിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് സപ്പോസ് ടു ബി വെരി ജ്യൂസി. അതിൻ്റെ ഒരു കൊമ്പ് പ്ലാസ്റ്റിക്കകത്ത് പോയേ. ഇനി ഇതൊന്ന് പൊളിക്കുക. ഹ്യൂജ് റിവർ പ്രോൺസ്. എനിക്കൊന്ന് ഇങ്ങനത്തെ ഒരു 5 എണ്ണത്തിന് തന്നെ ഒരു 1500 രൂപയൊക്കെ വരും സ്ട്രീറ്റ് സൈഡിൽ തന്നെ കേട്ടോ. ഇതിൻ്റെ വൈറ്റ് സ്വീറ്റ് മീറ്റ് എടുക്കുക, ഡിപ്പ് ഇൻ സം സോസ്. ഓയാം ഐ ഡോണ്ട് നോ, നമ്മൾ ഇത്രയധികം മലയാളീസൊക്കെ ഇവിടെ വന്നിട്ട് ആരും ഇതെന്താ കാണിക്കാതിരുന്നതിന്. സോ പോപ്പുലർ. എനിക്കൊന്ന് ഇത് തുടങ്ങിയിട്ട് 1 വർഷമായി കേട്ടോ. ഞാൻ പക്ഷേ ഈ അടുത്തിടയ്ക്ക് അറിഞ്ഞ. വാവ്, ദിസ് ലുക്സ് സോ ഗുഡ്. സോ ദിസ് ഇസ് ഓസ്ട്രേലിയൻ ഇമ്പോർട്ടഡ് ലാംബ് ഷോപ്പാണ്. ലുക്ക് അറ്റ് ദ പ്ലേറ്റിംഗ്. നോ, എന്തൊരു സംഭവം തന്നെ. ഇവരുടെ വന്നെങ്കിൽ ഇവരുടെ പ്ലേറ്റ്സിൻ്റെ ഭംഗി നോക്കി തന്നെ സമയം പോയാൽ. ഇവിടെ 2 മണിക്കൂറും ഉണ്ട്, ഒരു വയറും ഉണ്ട്, ഒരു 40 ഡിഷും നിങ്ങളെ കാണിക്കണം. സോ ആക്ച്വലി ഇവിടെ കട്ട് ചെയ്തൊക്കെ കഴിക്കണം, പക്ഷേ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുക്കുന്നത്. സോ ദിസ് എ ലാംബ് ചോപ്പ്. നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ അടിക്കാം. ഇവിടെ ഒരു സോസ് മുക്കിയിട്ട് കൊതിയാറിനാണ് തെറ്റിപ്പോകുന്നത്. ഫാറ്റും മീറ്റും ഒരു ചില പാകിസ്ഥാനി മട്ടനൊക്കെ ഉണ്ട്, ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ലായിരിക്കും. അതൊന്നുമില്ലാതെ ഭയങ്കര മട്ടൻ്റെ ഫ്ലേവർ, പക്ഷേ ഒരു മട്ടൻ്റെ ഒരു ഓവർ എന്താ പറയുന്ന ഒരു മണമില്ലേ, ആ ഒരു റോ സ്മെൽ അതില്ല. ബിക്കോസ് ദ ഫാറ്റ്. ഓ ഗോഡ്. Thank you for blessing me with the opportunity to eat such great food cooked by some amazing chef. ഭാഗ്യം തന്നെ ഇതൊക്കെ. ഓ വാവ്. ഈ സ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. മറ്റേ മട്ടൻ ചോപ്സ് ആണെങ്കിൽ ദിസ് ഇസ് ലൈക്ക് സം അമേസിങ്. എനിക്ക് തോന്നുന്നു ലുക്ക് ദ മാർബ്ലിംഗ്. ഞാൻ മീഡിയം വെല്ലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റേക്കിൻ്റെ. ദിസ് ലുക്ക് സോ ഗുഡ്. നോ, സോ കുറേ നേരം അവിടെ നമ്മുടെ സൂഷി ഇരിക്കുന്നു. സോ ഇറ്റ്സ് ജസ്റ്റ് പ്ലെയിൻ സൂഷി വിത്ത് സാൽമൺ. എനിക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂഷി വിൽ ബി അമേസിങ്. വസാബി ഒന്നും ഇല്ല. as fresh as it gets. Salmon feels like jelly. Wow. So steak ഞാൻ കട്ട് ചെയ്തു. ഇറ്റ് ഈസ് ലൈക്ക് ഒരു പെർഫെക്റ്റ് മീഡിയം റെയർ ആണ്. മീഡിയം റെയർ പോലും പറയുന്നത് ഒരു മീഡിയം ആണ്. സോ ഒട്ടും ബ്ലഡ് ഒന്നും ഊസിങ് ഔട്ടില്ല. ഹൗ ഡു ദേ മാനേജ് ഇത്രയും ക്രൗഡ് ഇട്ടും ഇങ്ങനത്തെ ഡിഷസ് വരെ പെർഫെക്റ്റ്ലി കുക്ക് ചെയ്യാനായിട്ട്? സോ ഐ എം ഗോയിങ് ടു ഈറ്റ് ദിസ് പോർഷൻ ഓഫ് ദ മീറ്റ് വിത്ത് മേ ബി സം ഈ സോസ് നോക്കട്ടെ. ആ മാർബ്ലിങ്ങും ഫാറ്റും. ഈ ഒരു ബീഫ് കഴിച്ചപ്പോൾ പ്രിയയുടെ മറ്റേ ഒരു കെട്ടിപ്പിടുത്തവും അല്ലെങ്കിൽ ആ ഒരു കോസിനെസ് ഒന്നും മിസ്സിങ് അല്ല. അത്രയും കംഫർട്ടിങ് ആണ് ഇവരുടെ ഈ ഒരു ബീഫ്. ആരെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ ലൈഫിൽ, നേരെ തായ്ലൻഡിലേക്ക് വരുമ്പോൾ തന്നെ സന്തോഷമാണ്. കോപ്പ ബിയോണ്ട് ബുഫേ ബുക്ക് ചെയ്യുക, ഫുഡ് അങ്ങോട്ട് കഴിക്കുക. വെറുതെ വെള്ളം അടിച്ചും മറ്റേ സിഗരറ്റ് വലിച്ചും ഡ്രഗ്സ് ഒന്നും എടുത്ത് എന്താ പറയുന്നത് വിഷമങ്ങൾ മാറ്റാൻ നിൽക്കണ്ട. ഇത് ചെയ്താൽ മതി, എല്ലാവരുടെയും വിഷമം മാറും. ഓ നോക്കൗട്ടാണ്. നോ ലെറ്റ്സ് ട്രൈ സം യൂണിവേഴ്സലി ലൗഡ് ഐറ്റംസ്. ഓ
ദിസ് ഇസ് എ പ്രോൺസ് ടെമ്പൂര. ടെമ്പൂര നമ്മുടെ ഫ്രൈഡ് തന്നെയാണ്, പക്ഷേ ബാറ്റർ വിൽ ബി വെരി വെരി ലൈറ്റ്. സോസ് ഒന്നും ഇല്ലാതെ നോക്കട്ടെ. എന്ത് പെർഫെക്ഷനോടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നു. ഒസാക്കയിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു ഫുൾ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ കിട്ടുന്ന എക്സാക്ട് ടേസ്റ്റ്. The batter is so light, the oil is so fresh. Prawns are really good. അടിപൊളി. ഇത് ഇവരുടെ പ്രോൺസിൻ്റെ വേറെ എന്തോ സംഭവമാണ് അവിടെ. നമ്മുടെ അവിടെ കിട്ടുന്നതാണ്, പക്ഷെ ഫ്ലേവർ അതൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ്. ഭയങ്കര ലൈറ്റ് ബാറ്റർ, അതാണ് മെയിൻ തിങ്. പിന്നെ അങ്ങനെ ഓയിൽ കെട്ടിക്കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. സൂപ്പർ. അതിൻ്റെ അകത്ത് തന്നെ മയണീസും ഉണ്ട്, അതാണ് അത്രയും ഫ്ലേവർ. ഒരു വസാബി മയണീസ്, അതിൻ്റെ ചിക്കൻ ലോലിപോപ്പ് പോലത്തെ. ഓ യം. How really good fried chicken should taste like. Batter fried chicken, golden brown, moist on the inside, ചെറിയ spice. Batter is not overpowering the meat flavor. It's perfectly complementing the meat flavor. So let's try the pork tonkotsu. Tonkotsu എന്ന് പറയുന്നത് ഒരു ഫ്രൈഡ് ആണ്. So you can see how pink the inside part of the pork is. ഇവിടെയൊക്കെ ബാറ്ററുണ്ട്. ഓരോ ഡിഷിനും ഓരോ ടൈപ്പ് പ്ലേറ്റിങ്ങും ഓരോ കട്ട്ലറിയും ക്രോക്കറിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മച്ച് പെർഫെക്റ്റ് ഡീറ്റെയിലിംഗ് ആണ് അവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ട്രൈ ദിസ് പോർക്ക് ടോങ്കോട്സു. ഓക്കെ, oh, there's so much of meat in this bite. ബാറ്റർ ഇത് കണ്ട, മീറ്റ് ബാറ്റർ റേഷ്യോ ഇങ്ങനെ ആയിരിക്കണം. സോ യു ഗെറ്റ് സോ മച്ച് ഓഫ് മീറ്റ് ഇൻ ദാറ്റ് ബൈറ്റ്. ലൈറ്റ് ബാറ്റർ. ആ സമയത്ത് ഒട്ടും ഒരു റോ ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് സോസും കൂടെ മുക്കി കഴിച്ചാൽ എനിക്കൊന്നത് പോർക്ക് കട്ട്ലറ്റ് എന്ന് പറയും. നമ്മുടെ കട്ട്ലറ്റ് അല്ല, ഈ ടോക്കിയോയിലും ജപ്പാനിലൊക്കെ. ഇതെന്താന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ഇവർ തന്നെ റെക്കമെൻഡ് ചെയ്ത ഡിഷാണ്. സോസ് കാണുമ്പോൾ അറിയാം, ഒരു ട്രഫിൾ ആൻഡ് സം വൈറ്റ് സോസ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഏഞ്ചൽസ് ഹെയർ പാസ്ത എന്ന് ഞാൻ പറഞ്ഞില്ല, അതാണ് ഇത് സംഭവം. നോക്കട്ടെ. ഈ ഡെക്കേഡ് വേണ്ട ഈ റിച്ച് എന്നൊക്കെ പറയില്ലേ, ഒരു മൗത്ത് ഫുൾ കഴിക്കുമ്പോൾ തന്നെ ട്രാൻസ്പോർട്ടഡ് സം സോർട്ട് ഓഫ് മഷ്റൂമാണ്. പക്ഷേ ദ ഫ്ലേവേഴ്സ് സോ ഗുഡ്. ഈ ട്രഫിൾ സോസ് ഒഴിച്ച്, റിയൽ ട്രഫിൾസ് ഉപയോഗിച്ച്, ട്രഫിൾ സോസ് എസെൻസ് അല്ല, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഒരു വിത്ത് മഷ്റൂം ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ഗൈസ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ടു അനദർ വേൾഡ്. മാജിക് മഷ്റൂം അല്ലേ. ഇറ്റ്സ് സോ ക്രീമി. വീണ്ടും ഞാൻ പറയാം, നന്നായി ഇവർ ഓരോ ബൈറ്റ് സൈസായിട്ട് സെർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിഷ് ടേസ്റ്റ് കൊണ്ട് കഴിച്ച് വേറെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സോ ഇതും എനിക്കൊന്ന് സ്കാലപ്പാണ്. സ്കാലപ്സ് വിത്ത് സം ഫെറ്റുച്ചീനി പാസ്തയാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. സ്കാലപ്പ് മാത്രം ടേസ്റ്റ് ചെയ്യാം. It's soft, it's juicy. It's like a cross between crab and shrimp meat. Pasta. Oh. കുറച്ച് മെസ്സിയായി ആയിരിക്കും കഴിക്കുന്നത്, ബിക്കോസ് ഐ എം എൻജോയിങ് ഇറ്റ് സോ മച്ച്. വ്ളോഗിന് വേണ്ടി എസ്തെറ്റിക്കായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ കളി മൊത്തം ആ ട്രഫിൾ സോസിലും മഷ്റൂംസിലുമാണ്. എവറി ബേസ്, ഈവൻ ദാറ്റ് സൂപ്പ്, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരിക്കലും മറക്കില്ല. ഇറ്റ്സ് സിറ്റിങ്. ഞാൻ ബൈ ഫാർ കേട്ടോ, ബൈ ഫാർ കമ്പാരിസൺ ഇല്ല, ഞാൻ ഇതുവരെ ലൈഫിൽ കഴിച്ചിരിക്കുന്നതിലെ ബെസ്റ്റ് ബുഫേ. ലൈക്ക് ഹയാത്ത് ഇപ്പം
ഇപ്പോഴത്തെ ഒരു റാങ്കിങ്ങിൽ ഒരു 4 or 5 ആണെങ്കിൽ ഇതൊരു 9 ഒക്കെ ആയിരിക്കും വരുന്നത്. കാരണം ഒരു പോയിന്റ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ബെറ്റർ കാണുമെന്ന് വിചാരിക്കണമല്ലോ. സോ അത്രയും ഡിഫറൻസ് ഉണ്ട് ഇത്. സോ എൻ്റെ ടേബിൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ലെവൽ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് കാണിക്കാവേ. ഞാൻ പറഞ്ഞില്ലേ ഇവർ മിഷ്ലിൻ ചീസ് കേക്ക് ആണ് തരുന്നത്. സോ ഇറ്റ്സ് ആൽമണ്ട് ക്രീം ആൻഡ് ഹണി കോം. ഞാൻ തള്ളുമല്ല കേട്ടോ, ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ലുക്ക് ഹൗ ഗുഡ് ദീസ് ഡിഷസ് ലുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ, ഇപ്പോൾ കാണിച്ചു തരാവേ. ആണ് ഈ പാസ്ത വീല്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടവർ കാണും. സോ ഐ തിങ്ക് സോ ദ ഫ്ലേവർ ഓഫ് ദിസ് എൻറ്റയർ ചീസ് ആൻഡ് ദ ട്രഫിൾ ഇസ് കമ്മിങ് ടു ദ പാസ്താസ്. ഓക്കെ, സോ അടുത്ത ഡിഷസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാം പോക്കറ്റ് സൈസ് ഡിഷസ് ആണ്. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് സെർവിങ് ആണ്. നമ്മളൊരു 10 course 12 course മീൽ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ 30 course മീലൊക്കെ കഴിക്കുന്ന പോലെ വരെ നമുക്ക് കഴിക്കാൻ പറ്റും. സോ ഐ തിങ്ക് സോ ദിസ് ഇസ് സം സീ ബാസ് ആണ്. എന്തോ ഒരു ട്രഫിൾ സോസിൽ തന്നെയാണ് ആണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് സോ ഇതിൻ്റെ ക്രീമും എല്ലാം കൂടെ മുക്കി. സാൽമണോ സീ ബാസും കണ്ട കേട്ടോ ഇത്. ഇറ്റ്സ് എന്താ പറയുന്നത്, ഓരോ ഡിഷും ആ ഡിഷിൻ്റെ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഫ്ലേവേഴ്സാണ്. പക്ഷേ ഒരു ഡിഷ് ഇഷ്ടമാണ്. യു ലൈക്ക് യുവർ സൂഷീസ്, യു ലൈക്ക് യുവർ സഷിമീസ്, യു ലൈക്ക് യുവർ കൗസോയിങ്സ്, പഡ്സിയു, അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഡിഷിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വേർഷൻസ് വാട്ട് യു ക്യാൻ ഗെറ്റ് ഇൻ തായ്ലൻഡ് അതാണ് ഇവിടെ കിട്ടുന്നത്. ഓ ദ ക്രിസ്പി സ്കിന്നു ഗൈസ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചേ പോളൂ. എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാനുള്ള ടൈമില്ല. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ക്യാൻ സീ ദിസ്. ലുക്ക് അറ്റ് ദാറ്റ് ബബിൾ ഫോമൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. എന്ത് സ്പീഡിലായിരിക്കണം അവരുടെ കിച്ചൺ വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ദിസ് പെർഫെക്ഷൻ. ഒരു ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു ഫൈൻ ഡൈനിങ്ങിൽ നോക്കുമല്ലോ, ഫിംഗർ പ്രിൻ്റ് ഉണ്ടോ, പ്ലേറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടോ, അതൊന്നുമില്ല ഇതിൽ. ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റി. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇസ്. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ആ ഫോം നോക്കി പോകുന്നത് വാവ്, ഇറ്റ്സ് എ സാലഡ്. ആ ഫോം ഇസ് ലൈക്ക് സം സോർട്ട് ഓഫ് acidity ആണ് വിത്ത് ട്രഫിൾ മഷ്റൂം തന്നെ. ഓ വാവ്. അതും വസാബി ഉണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളികൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ അധികം താല്പര്യമില്ലാത്തൊരു കാണുമല്ലോ ഫുഡ്. അവർക്ക് വരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കുറേ ഡിഷസ് ഉണ്ട്. ഇതൊക്കെ ഒരുവിധം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഡിഷസാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വായിക്കലേ ഉള്ളൂ, അതുകൊണ്ട് അത് കഴിക്കാമല്ലോ. അമേസിങ്. അടുത്ത നോക്കട്ടെ. ഇതെന്താ പ്രോൺസിൻ്റെ എന്തോ ആണ്. സോ ബ്യൂട്ടിഫുൾ. നോ, നമ്മൾ മാസ്റ്റർ ഷെഫിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഷസ്. ഓ വാവ്. കോണാണ്, കോൺ പ്യൂരെ, പ്രോൺസ് ആൻഡ് സം ഈ സെലാൻട്രോ പോലത്തെ എന്തോ ഗ്രീൻസ്. ഒരു കോൺ സൂപ്പിൽ, സ്വീറ്റ് കോൺ സൂപ്പ്, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വരുന്നത് വിത്ത് ദ പ്രോൺസ്. വാവ്. എന്താ നോക്കട്ടെ. എനിക്ക് എല്ലാ ഡിഷിനും ഭംഗി. ഇതൊക്കെ കണ്ട ഫോമാണ് ഈ അടിയിൽ. അതിൻ്റെ ഒരു സോസ് പോലെ തന്നിരിക്കുന്ന ഫോമാണ്. ലെറ്റ് മീ സീ വാട്ട് ഇസ് ദിസ്. ഓ, ഇറ്റ്സ് ഓൾസോ സം ട്രഫിൾ ബേസ്ഡ് ഡിഷ്. എല്ലാം മഷ്റൂം ബേസ്ഡാണ് ഇവിടെ സ്റ്റാർ. മീറ്റ് വേണമെങ്കിൽ അതുകൊണ്ട് റൈസ് ഞാൻ എടുത്തിട്ടില്ല. ഗ്രീൻ റൈസ്, തായ് റൈസ് വിത്ത് ഗ്രീൻ കറി, നമ്മുടെ റോസ് പോർക്ക് വിത്ത് എഗ് ആൻഡ് റൈസ്. പറ്റില്ല. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയും കഴിക്കുന്ന ഡിഷസ് ഒരു 40% ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ഒരു മഷ്റൂം സൂപ്പിൻ്റെ ടേസ്റ്റ് ഇന്ന് വരുന്നത്. ഇത് അടുത്ത സൂഷിയാണ്, ഉനാഗിയാണ്. സോ ഐ തിങ്ക് എനിക്ക് ഉറപ്പില്ല, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഇത് ഈലാന്ന് തോന്നുന്നു. ഈല് എന്ന് പറഞ്ഞ ഫിഷില്ലേ, ജപ്പാനിൽ ഭയങ്കര പോപ്പുലറാണ്. വാവ്. നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട്, നല്ല സ്വീറ്റ് സോയ സോസ് ഉണ്ട്. വസാബിയുടെ കൂടെ കുറവുണ്ടായിരുന്നു, വസാബി ആൻഡ് സോയ സോസ്. സോ ലെറ്റ്സ് ട്രൈ അവർ നെക്സ്റ്റ് ഡിഷ്.
melon with some beef sashimi ആണെന്ന് തോന്നുന്നു. So this is like raw beef, maybe cured with some lemon. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും. ഇബാക്കോ അത് ഇബ്രായിക്കോ അങ്ങനെ എന്തോ ഒരു ഹാമാണ്. ഐ നോ ദിസ് ഇസ് ഇമ്പോർട്ടഡ് ഫ്രം സ്പെയിൻ. വാവ്. ഇതിലൊരു നാച്ചുറലി ഡ്രൈ ഏജ്ഡ് ഹാമാണ്. സോ ഇതിൽ ഒരു ചെറിയൊരു സ്പൈസി ഒരു വസാബിൻ്റെ പോലത്തെ ഒരു സ്പൈസിനെസ് ഉണ്ട്. ഇത് ഡ്രൈ ഏജ്ഡ് ആയതുകൊണ്ട് വേറെ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് പെർഫെക്ഷനാണ്. നോക്ക്, നമ്മൾ സിനിമയുടെ കാർട്ടൂൺസിൽ കാണില്ലേ ഒരു പെർഫെക്റ്റ് സ്ലൈസ് ഓഫ് ബീഫ് പോലെ, അതാണിത്. അതിൻ്റെ കൂടെ മെലണും തന്നിട്ടുണ്ട്. എന്തിനാവോ ഇത് ഞാൻ ഫുൾ കഴിക്കില്ല. സ്വീറ്റ് ഇത് ഞാൻ ഫുള്ള് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ എം സ്റ്റഫ്ഡ്. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഈ 2 മണിക്കൂറുള്ളതുകൊണ്ട് നല്ല സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. 2 ഡിഷും കൂടെ കാണിച്ചിട്ട് ഡെസേർട്ട്സിലേക്ക് പോവാം. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ ഹൗ ഗുഡ് ദീസ് ഡിഷസ് വേർ. സോ ദിസ് ആക്ച്വലി പോക്കിൻ്റെ 3 രീതി കുക്ക് ചെയ്തതാണ്. സോ ഐ തിങ്ക് സോ ദിസ് ഇസ് ലൈക്ക് ക്യോർഡ് പോക്ക് ഓർ സംതിങ്. ഇത് റോസ് പോക്ക്, ഇത് ക്രിസ്പി പോക്ക്. സോ ലെറ്റ്സ് ജസ്റ്റ് ടേസ്റ്റ് ഹൗ ഇറ്റ്. ഇതിൻ്റെ പ്ലേറ്റിങ്ങിൻ്റെ ഭംഗി ഡാർക്ക് കളർ പ്ലേറ്റ് ആയതുകൊണ്ട് ഓൾ ദ മീറ്റ് ഇസ് ലൈക്ക് പ്രൊജക്റ്റിംഗ് ഔട്ട്. നോ അമേസിങ്. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ ടഫസ്റ്റ് പാർട്ട്. ഇത് നല്ല ഫാറ്റി ആയിരിക്കും കേട്ടോ പോക്ക്. പോക്ക് ബെലി സോ റിച്ച്. ആ റിച്ച്നെസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇവരൊരു ചില്ലി ഓയിൽ പോലത്തെ സോസും ഉണ്ട്. ഇവരുടെ സെക്കൻഡ് ഡിഷ് പോക്കാണെങ്കിലും വെളിയിൽ ക്രിസ്പിയാണ്. ക്രാക്ലിംഗ് സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. നോക്കട്ടെ. ഇനി ഫൈനലി ഇവരുടെ 3ാമത്തെ പോക്ക്. അതിൽ ഓൾറെഡി കുറച്ച് സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് റോസ് പോക്ക്. വാവ്. ഇവരുടെ സൂപ്പ് തൊട്ട് എനിക്കൊന്ന് സാലഡ് മാത്രമേ ഉള്ളൂ. ഒരു സോംടാം എന്ന് പറഞ്ഞ സാലഡ് ഉണ്ട്, അത് കഴിച്ചു എന്ന് തോന്നുന്നു. അതല്ലാതെ ബാക്കി എല്ലാ ഡിഷും റിച്ചാണ്. ഇവൻ്റെ സൂഷീസ് തന്നെ ഉള്ളൂ. നമ്മൾ വിചാരിക്കും കുറേ കഴിക്കാമെന്ന്, കുറച്ചല്ലേ ഉള്ളൂ എന്ന്. ഹെവിയാണ്. ഫൈനലി ഇവരുടെ വേറെ ഏതോ ഒരു ഡിഷ് വന്നിട്ടുണ്ട്. പേരൊക്കെ മറന്നു. ഇതൊക്കെ ആലക്കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ. നോക്കട്ടെ ഇതെന്താണ്. നമ്മുടെ തായ് ലെമൺ ഗ്രാസ് തായ് ഹെർബ്സിൻ്റെ ഫ്ലേവറാണ്. എന്താ ഓർഡർ ചെയ്തതെന്ന് മറന്നുപോയി. സോ ഇതിലെനിക്കൊന്ന് റൈസും വെജിറ്റേറിയൻ ഡിഷാണോ, ആവക്കാഡോ, ലെമൺ ഗ്രാസ്, പിന്നെ ഒരു തായ് ജിഞ്ചർ, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ്. ഒരു പാലറ്റ് ക്ലെൻസിങ് പോലെയാണ്. നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് തിരിച്ച് ന്യൂട്രലാക്കും, അല്ലെങ്കിൽ റിച്ചായി നിൽക്കുമായിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഇനി ഞാൻ ഇടയ്ക്ക് ഒരു ഫ്രൂട്ട് പഞ്ചൊക്കെ എടുത്തു. ഡ്രിങ്ക്സ് മാറ്റിയെടുക്കാം. ബബിൾ ടീ ഒക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇനി 3/4 മണിക്കൂറും കൂടെ ഉള്ളൂ ഡിസേർട്ട്സ് ട്രൈ ചെയ്യാം. എല്ലാം പറ്റില്ല, മെയിൻ ഡിസേർട്ട്സ് ട്രൈ ചെയ്യാം. ഞാൻ എടുത്തുകൊണ്ട് വരാം, അവിടെ പോയി കാണിക്കാൻ സമയമില്ല. സോ ഒരു സോംടാം സാലഡും കൂടെ കഴിക്കാം. ഇവിടുത്തെ ഒരു മെയിൻ ഡിഷാണ്. പാഡ്തായ് എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന പോലെ, മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ കേൾക്കുന്ന പോലെ, സോംടാം ഇസ് ലൈക്ക് പപ്പായ സാലഡ്. ഗ്രീൻ പപ്പായ സാലഡാണ്. It's supposed to be this fiery, extremely spicy dish, and this is how it's actually tasting. Extremely spicy ആണ്. കുറച്ച് ഫിഷ് സോസ് കാണും. എരിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റത്തെ എരിവാണ്. The vegetables are so crunchy and fresh. Wow. So let's start off with their most hyped dessert, Michelin starred cheesecake. The plating
ലുക്സ് റിയലി ഗുഡ്. നമുക്ക് അതും ഈ ക്രീമും മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. എക്സ്പ്രഷൻ പ്രിയ ചീസ് കേക്ക്. നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു ക്രഞ്ച് ഉണ്ട്, ഒരു ഭയങ്കര ക്രിസ്പി ക്രഞ്ച് ഉണ്ട് ഓൺ ദ ടോപ്പ്. അതിന്റെ അടിയില് ഇറ്റ്സ് സോ ക്രീമി, ഇറ്റ്സ് സോ ക്രീമി ആൻഡ് ഡെലിഷ്യസ്. ഓ ഹണി കോമ്പിന്റെ ഒരു തിക്നെസ് ആണ് ഇതിൽ വരുന്നത്. ഹണി കോമ്പിന്റെ ഒരു തിക്നെസ്, അതാണ് ആ ക്രഞ്ച് വരുന്നത്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്വീറ്റ്. I thought Cheesecake Factory cheesecakes are amazing. Those are good, but those are just ഒരു ഭയങ്കര ലൗഡ് ആണ്, ഡെലിഷ്യസ് ആണ്, പക്ഷെ ഒരു അമേരിക്കൻ ഡെലിഷ്യസ് ആണ്. No, it's loaded with so much of fat, I mean sugar, and over ആണല്ല, indulgence ആണ്. This is like perfection. You got this amazing creme brulee. പൊട്ടു നോക്കട്ടെ. പെർഫെക്റ്റ് ക്രാക്ക് ആണ്. ഇതൊക്കെ അവിടെ ഉള്ളത് എടുത്തോണ്ട് വന്നാണ്. ഇനി മെനുവിലൂടെ ഓർഡർ ചെയ്യാനുണ്ട്. The perfect burn flavor, eggy സ്വീറ്റ്നെസ് വിത്ത് എ ബേൺ ഫ്ലേവർ. പ്ലീസ് ഫുഡ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും, ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു പ്ലീസ് പറഞ്ഞ് വന്ന് കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഇവിടുത്തെ പൈസയൊന്നും കിട്ടുന്നില്ല, ഞാൻ കൊടുത്ത എമൗണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി റിമെമ്പർ ഇറ്റ് ഫോർ യുവർ ലൈഫ് ടൈം. ഇഫ് യു ലവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫുഡ്, കുറച്ചെങ്കിലും ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് വന്ന് എൻജോയ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഫോർ ദിസ് റേറ്റ് ഞാൻ ഇറങ്ങുമ്പോൾ പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഫോർ ദ തായ് ഡെസേർട്ട്സ്. ഇത് പാം ഷുഗർ ആൻഡ് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. വാവ്. ഈ തായ്ലൻഡിലെ ഈ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ഡെസേർട്ടൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഒരു മണമുണ്ട്. ആ മണമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. നിങ്ങൾ ഭയങ്കര വിയേർഡായിരിക്കും, എന്നാലും കുട്ടിക്കൂറ പൗഡറേ കഴിച്ചിട്ടുണ്ടോ? ആ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ ആ പൗഡറിൻ്റെ ടേസ്റ്റ്, ആ പൗഡറിൻ്റെ മണമാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അതാണത്. ട്രൈ ദ ടാർട്ട് വരെ അവർ വെച്ചിരിക്കുന്നതുണ്ടോ നോക്കട്ടെ. സ്മെൽസ് വെരി കാരമലി. You can taste the mocha, that's chocolate and coffee, the caramel, the nuts. എനിക്ക് ആക്ച്വലി ഇതിലൊരു പീക്കാൺ നട്ട്സിൻ്റെ ഫ്ലേവർ കിട്ടുന്നു, പക്ഷേ ഐ തിങ്ക് സോ ഇറ്റ്സ് ആൽമണ്ട്. എന്താ ഇവർ ചെയ്യുന്നു ഇവിടെ? നെക്സ്റ്റ് മാക്രോൺ. ഇതെന്താ ഒരിക്കലും ഗസ് ചെയ്യില്ല. നമ്മുടെ കിഡിലൻ ട്രഫിളില്ലേ, പറഞ്ഞില്ലേ മഷ്റൂമിൻ്റെ ആ ട്രഫിൾ സോസ്, അതിൻ്റെ മാക്രോൺ ആണ്. ഇറ്റ്സ് സ്വീറ്റ്, ഇറ്റ്സ് സോഫ്റ്റ്, ഒരു പെർഫെക്റ്റ് റേഷ്യോ ആണ് ദ മാക്രോൺ ആൻഡ് ദ ക്രീം, ബട്ട് യു ഗെറ്റ് എ ട്രഫിൾ ഹിറ്റ്, സ്ലൈറ്റ് ട്രഫിൾ ഹിറ്റ്. അതുകൊണ്ട് ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഫ്ലേവറാണ് അതിന്. പോട്ടെ, അടുത്ത ഓർഡർ ചെയ്യട്ടെ. ഒരു 10 ഡെസേർട്ടെങ്കിലും കഴിക്കണം. എനിക്കൊന്ന് ചോക്ലേറ്റ് ലാവ കേക്ക് പോലെ വല്ലതും കാണും. ഈ ഡിഷൊക്കെ നോക്കിക്ക്, സം ബ്ലൂബെറി പനക്കോട്ട പോലെയാന്ന് തോന്നുന്നു, വിത്ത് സം ഫോം ആൻഡ് ഓൾ. പിന്നെ ഒരു മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹണി ലെമൺ ടീ ആണോ ജ്യൂസാണോ എന്ന് അറിയില്ല, ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. സോ ലെറ്റ് മീ ഫസ്റ്റ് ട്രൈ ദിസ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ബുഫേ കിട്ടില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഗ്രേറ്റ് ഓർ ഹൗ ടേസ്റ്റി ദ ഫുഡ് ഇസ്. ഇതുപോലത്തെ പോർഷൻ സൈസ് ആയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട്, കാരണം ഇവിടെ നിന്ന് നമ്മൾ പോയി എടുക്കുന്ന ഒറ്റ സ്ഥലമില്ല. എല്ലാം ഒന്നില്ലെങ്കിൽ നമ്മൾ ടേബിളിലേക്ക് സെർവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവർ അപ്പം കുക്ക് ചെയ്ത് തരും.
അത്രയും പെർഫെക്ഷനിലാണ് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ ഹാസ് എ ബുഫേ എവർ ലൈക്ക് ദിസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് തോന്നുന്നു ITC, ഐ തിങ്ക് സോ ഡൽഹിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ITCയുടെ, അതൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ലെവലാണ് വരുന്നതെന്ന്. എൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് അനദർ ലെവൽ അറ്റ് ദിസ് കോസ്റ്റ്. ഇതിൽ ലൈം ജ്യൂസ് തന്നെ വിത്ത് ഹണിയാണ്. സോ ലെറ്റ് മീ ജസ്റ്റ് ടേസ്റ്റ് ദിസ്. സ്പൂണോടെ പോയി സമയവും ഇല്ല, സ്പൂണും കാണാനില്ല അവിടെ അടുത്ത്. അതേ ഇരിക്കുന്നു. സോ ബ്ലൂബെറി പാനക്കോട്ട, ഫ്രഷ് ബ്ലൂബെറി ആണ്, മറ്റേ എസെൻസിൻ്റെ കളിയൊന്നുമില്ല ഇവിടെ. ഇറ്റ്സ് കോക്കനട്ട്. ഇത് ആക്ച്വലി ഒരു കോക്കനട്ട് പാനക്കോട്ട പോലെയാണ്. ഇവിടെയും ഡാൻസ് കളിക്കുന്നു, വായിലും ഡാൻസ് കളിക്കുന്നു, വയറ്റിൽ പോയാലും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. വാവ്, മൈൻഡ് ബ്ലോൺ ആണ്, മൈൻഡ് ബ്ലോൺ. മാക്രോൺ, കാണാം, പെർഫെക്റ്റ് സോഫ്റ്റ് ചൂയി റാസ്ബെറി ഫ്ലേവർ. അതെ, നമ്മുടെ ഫൈനൽ ഡിസേർട്ട്സും വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, മൈ ചോക്കോ ലാവ ഇസ് ഹിയർ. ഇതെന്താവും? ഇത് പൈനാപ്പിൾ സംതിങ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ചോക്കോ ലാവ പെർഫെക്റ്റ് ആണോ നോക്കാം. അകത്തുനിന്ന് വല്ലതും വരുമോ നോക്കാം. ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ ഒരു ഡിഷല്ലേ ഫ്ലോപ്പ് ആവുന്നുള്ളൂ. ഓ നോ, ഹൗ ക്യാൻ ദേ ഫ്ലോപ്പ് ഇറ്റ്? ഓഫ് കോഴ്സ് നോട്ട്. ആഹാ, പെർഫെക്റ്റ്. ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊതി ഉണ്ടാവുന്നുണ്ടായിരിക്കും. കുട്ടികൾക്കല്ല, അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ. എന്നാലും കുട്ടികൾക്ക് കൊതിയായ ഒരു സന്തോഷമാണ്. വെറുതെയാണ്. ഇപ്പം ആയിക്കോട്ടെ, ഐ വിൽ ഡെഫിനറ്റ്ലി ബൈ ചോക്ലേറ്റ് ഫോർ ഏത് കുട്ടികൾക്കാണെങ്കിലും. സോ ലെറ്റ്സ് ടേസ്റ്റ് ഹൗ ദിസ് ഇസ്. നിങ്ങളുടെ കുട്ടികളൊക്കെ കൊതി വരുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണേ, അല്ലെങ്കിൽ എനിക്കായിരിക്കും വയറ് വരാം. നമ്മുടെ അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ തടവി തരില്ലേ, പഴയ സിനിമകളിലൊക്കെ കാണില്ലേ, അതൊരു പ്രത്യേക സുഖമല്ലേ. ആ ഒരു സുഖം ഇത്. ഇത് സോഫ്റ്റ് ചോക്ലേറ്റി ഗൂയി, നോട്ട് സ്വീറ്റ് അറ്റ് ഓൾ. ചെറിയൊരു സ്വീറ്റ്നെസ് ടു കൗണ്ട്രാക്ട് ദ ബിറ്റർനെസ് ഓഫ് ദിസ് ഹൈ ക്വാളിറ്റി ചോക്ലേറ്റ്. പിന്നെ സ്റ്റീമിങ് കണ്ട പുക വരെ പോകുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് എഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് പൊള്ളുന്ന ഒരു ചൂടല്ല. എന്ത് ടെക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ടെക്നോളജി വല്ലതും ആണോ? പുക വരുന്നുണ്ട്, പക്ഷേ ഒട്ടും ഒരു വാംനെസ് നമുക്ക് തോന്നുള്ളൂ. ഹോട്ടാന്നേ പറയില്ല. വാട്ട് എ ഡിഷ്. ചോക്കോലാവ കേക്ക് സാധാരണ പിസ്സ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കിട്ടുന്നതും ഇതൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദ ചോക്ലേറ്റ് ക്വാളിറ്റി, ഓയിലി ടേസ്റ്റ് ഇല്ല, ഓവർ സ്വീറ്റ്നെസ് ഇല്ല. സോ ദേ യൂസ് റിയൽ കൊക്കോ ആൻഡ് ആഡ് ലിമിറ്റഡ് ഷുഗർ. അല്ലാതെ മറ്റേ കോമ്പൗണ്ടും ഈവൻ കൊട്ടിയൂർ ചോക്ലേറ്റ്സിൻ്റെ ചിപ്സൊന്നും അല്ല അവർ ഉപയോഗിക്കുന്നത്. ഐ തിങ്ക് സോ ദേ ഗ്രൈൻഡ് പ്രോപ്പർ കൊക്കോ ആൻഡ് ദെൻ ദേ മേക്ക് ദിസ്. അടുത്ത ഡിഷ് എന്തോ ആൽമണ്ട് ബ്രൂളെ പുഡിങ്ങോ, എല്ലാം ഈ കോംപ്ലിക്കേറ്റഡ് പേരാണ്. ബ്രെഡ് ടോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ക്രീമൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കട്ടെ. ഓ വാ, ഒരു ആൽമണ്ട് ഫ്ലേവേർഡ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു വനില ക്രീം പ്യൂരെ പോലെ. അമേസിങ്. ഓ വാ, ഒരു ഡിഷ് പോലും ആവറേജോ അല്ലെങ്കിൽ എക്സൽ എന്ന് പറയില്ല. പെർഫെക്ഷനാണ് ഓരോ ഡിഷും. സോ ഇതെൻ്റെ ഫൈനൽ ഡിഷാണ്. ഇനി എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അമ്മായിക്കോടം. സോ ഒന്ന് കൗണ്ട് ചെയ്യുമോ നിങ്ങൾ? ആരെങ്കിലും എത്ര ഡിഷ് ഞാൻ കഴിച്ചു എന്നൊന്ന് പറയാമോ? വാട്ട് ഈസ് ദിസ്? ഓ പെർഫെക്റ്റ്, പെർഫെക്റ്റ്. ഒരു പൈനാപ്പിൾ സോർബേഡ് ഒക്കെ ഒരു ടേസ്റ്റാണ്. ലൈറ്റ് കൂളിംഗ്, പാലറ്റ് ക്ലെൻസിങ്, റിഫ്രഷിങ്. ഒരു മൗത്ത് വാഷ് വെച്ച് മുഖം കഴുകി എങ്ങനെയായിരിക്കും, അതാണ് എൻ്റെ ഫീല്. അത്രയും ഫ്രഷാണ്. അതിൻ്റെ തണുപ്പുമുണ്ട്. കഴിഞ്ഞു. ഇത് കാണാമോന്നും അറിയില്ല. 2:20 2:22 8 മിനിറ്റും കൂടി ഉണ്ട്. ഒരു ഇതെല്ലാം കാണിക്കാൻ പറ്റുമല്ലോ. അടിപൊളി.
സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് thoroughly എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് കുറേ പാക്കേജ് ഉണ്ട്. ഞാൻ എടുത്ത ഏറ്റവും ബേസിക്കാണ്. മറ്റേ ഇതിൻ്റെ നെക്സ്റ്റ് പാക്കേജ് എടുത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു ഡിഷും കണ്ട് സെപ്പറേറ്റ് കിട്ടും. ദാറ്റ് ബി എക്സ്പെൻസീവ് ഡിഷ് ലൈക്ക് ലോബ്സ്റ്റർ. അതൊന്നും വേണ്ട, ഇത് തന്നെ എടുത്താൽ മതി. അൺലെസ് യു ആർ എ ലോബ്സ്റ്റർ ഫാൻ. 1699 ബാത്താണ്. സോ ഒരു 4200 റുപ്പീസേ വരുന്നുള്ളൂ. ഫോർ ദാറ്റ് വാട്ട് ദേ പ്രൊവൈഡ് ഇസ് അമേസിങ്. ബാങ്കോക്കിൽ വരുന്ന എല്ലാവരും ട്രൈ ചെയ്യുക ഇഫ് യു ലവ് സം ഗുഡ് ഫുഡ്. നേരത്തെ ബുക്ക് ചെയ്യുക ഹംഗ്രി ഹബ്ബ് എന്ന് പറഞ്ഞ ആപ്പിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലീസ് ഡു കമൻറ്റ് ഹൗ യു ലൈക്ക് ദിസ്. ഞാൻ കഴിച്ചിരിക്കുന്നതിലുള്ള ഏറ്റവും ബെസ്റ്റ് ബുഫേ ആണ്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടുന്ന് നാട്ടിലേക്ക് ഞാൻ പോകും. രാവിലെ 3 മണിക്കോ 2 മണിക്കോ കണ്ട് എത്തും. രാത്രി 10 മണിക്ക് അടുത്ത ഫ്ലൈറ്റാണ്. എങ്ങോട്ടാണ്?